ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഇയറിൽ നടന്ന, അതായത് 2023 നടന്ന എക്സാമിനേഷൻ്റെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ബികോമിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഏകദേശം സെയിം തന്നെയാണ്. നമ്മുടെ ചാനലിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. 79 ക്ലാസ്സുകൾ പൂർത്തിയാക്കി. ഇത് 80ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ട് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് വാങ്ങിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഡീറ്റെയിൽഡായിട്ട് എക്സാമിന് ഈ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ പ്രീവിയസ് ഇയറിൽ കുറച്ച് 2, 3, 4 വർഷങ്ങളിൽ പുറകോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേണിലുള്ള ഫിഗറുകൾ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അതുപോലുള്ള പ്രോബ്ലംസും തിയറിയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തിയറിയും പ്രോബ്ലംസും എല്ലാം ഉൾപ്പെടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഈ ചാനലിൽ ലഭ്യമാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട് എയിൽ ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ICMA ലണ്ടൻ്റെ കോസ്റ്റ് അക്കൗണ്ടൻസിയെ കുറിച്ചുള്ള ഡെഫിനേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദി സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ട് ഇനിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് ABC കോസ്റ്റിംഗ് ആ രീതിയിലും ചോദിക്കാം, ഷോർട്ട് ഫോം ആയിട്ട് ചോദിക്കാം കേട്ടോ. ABC കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ യൂസ് ഓഫ് മൾട്ടിപ്പിൾ ഓവർഹെഡ് പൂൾ ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ അലോക്കേഷൻ ബേസ് ആൻഡ് ബൈ ദ ചോയ്സ് ഓഫ് കോസ്റ്റ് ഡ്രൈവേഴ്സ് ഫോർ ദി അലോക്കേഷൻ ബേസസ്. ശരിക്കും ABC ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം സിമ്പിളായിട്ടുള്ള ഒരു മീനിങ് വരുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോളൂ. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് അസൈനിങ് കോസ്റ്റ് ടു പ്രൊഡക്ട്സ് ഓർ സർവീസ് ഓർ കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ദി ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കൺസ്യൂംഡ് ടു പ്രൊഡ്യൂസ് ദം. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നതിനോ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്രമാത്രമാണ് അതിനുവേണ്ടി ഓരോ പ്രൊഡക്റ്റിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ ചാർജ് അതുപോലുള്ള കാര്യങ്ങൾ എത്രമാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മെഷീനറി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു മെഷീനറിക്ക് ഇൻസ്പെക്ഷൻ ചാർജും ഇൻസ്റ്റലേഷൻ ചാർജും കൂടുതലാണ്, മറ്റൊരു മെഷീനറിക്ക് കുറവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കോസ്റ്റ് നമ്മൾ കൂടുതൽ അലോക്കേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ മെഷീനറിക്ക് ആയിരിക്കും. രണ്ടാമത്തെ മെഷീനറിക്ക് താരതമ്യേന കുറഞ്ഞ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുള്ളൂ. അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യമേ തീരുമാനിക്കുകയും ഏതൊക്കെ ആക്ടിവിറ്റീസാണ് ഒരു പ്രൊഡക്റ്റിന്മേലോ അല്ലെങ്കിൽ സർവീസിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് അതിന് കൂടുതൽ കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള കോസ്റ്റിംഗ് ആണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ലേബർ പെർ അവർ, മെഷീൻ അവർ റേറ്റ് പോലുള്ള ട്രഡീഷണൽ കോസ്റ്റിംഗ് മെത്തേഡിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ഡയറക്റ്റ് കോസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ, ഒരു കോസ്റ്റ് യൂണിറ്റ്, അതിനെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ കോസ്റ്റ് അങ്ങോട്ട് തന്നെ അലോക്കേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേജസ് ആകാം, അല്ലേ, ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ആകാം. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്ക്, കോസ്റ്റ് ഇൻക്രീ ചെയ്യുന്ന യൂണിറ്റിലേക്ക് മാത്രമായിട്ടാണ് ഈ വേജസിന് ഉപയോഗിച്ചിരിക്കുന്നത്, മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഫുൾ ചാർജ് നമുക്കതിൻ്റെ കോസ്റ്റായിട്ട് കണക്ക് കൂട്ടാം, അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്താണ്, കോസ്റ്റ് യൂണിറ്റ് എന്താണ്, അങ്ങനെയും ചോദ്യങ്ങൾ വരാം കേട്ടോ. കോസ്റ്റ് എന്താണ്, കോസ്റ്റ് യൂണിറ്റ് എന്താണ്, അത് നമ്മുടെ ചാനലിൽ നോക്കി പഠിക്കുക. ദെൻ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് അപ്ലൈയിങ് ദം ടു മെഷർ ദ വേരിയേഷൻസ് ഫ്രം ആക്ച്വൽ കോസ്റ്റ് ആൻഡ് അനലൈസിങ് ദ കോസ്റ്റ് ഓഫ് വേരിയേഷൻസ് വിത്ത് എ വ്യൂ ടു മെയിൻറ്റെയിൻ മാക്സിമം എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. നമ്മൾ മുൻകൂട്ടി ഒരു നിശ്ചിത കോസ്റ്റ് നമ്മൾ തീരുമാനിച്ച് വയ്ക്കും. ഇത്ര രൂപയായിരിക്കണം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, 100 രൂപയായിരിക്കണം കോസ്റ്റ് എന്ന് നമ്മൾ തീരുമാനിച്ച് വയ്ക്കുന്നു. അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഒരു കോസ്റ്റിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നു. പിന്നീട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചതിന് ശേഷം ആക്ച്വൽ കോസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ എത്രയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ 80 രൂപയാണ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് ഉണ്ടായതെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് 100 ആയിരുന്നു, അല്ലേ. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കുറവാണ്. ഒരു 120 രൂപയാണ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് ആ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ
വിൽക്കാൻ വേണ്ടി ആയിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കൂടിപ്പോയി അല്ലേ. അപ്പോൾ 20 രൂപ എക്സ്ട്രാ കോസ്റ്റ് വന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം, ആ വേരിയേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിനുശേഷം അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ മാക്സിമം എഫിഷ്യൻസി കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് നടപ്പിലാക്കുന്നത്. ദെൻ വാട്ട് ഈസ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് വെച്ചാൽ 2 സിമ്പിൾ കോസ്റ്റ് യൂണിറ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിലൊക്കെ പഠിച്ചതാണ് പാസഞ്ചർ കിലോമീറ്റർ പോലുള്ള ആ കോസ്റ്റിനെയാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് അല്ലേ, അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഡേഞ്ചർ ലെവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡേഞ്ചർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ലെവൽ ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഷുഡ് ബി നെവർ ബി അലൗഡ് ടു ഫോൾ അല്ലേ. ആ ഒരു ഡേഞ്ചർ ലെവലിനേക്കാളും താഴെ നമ്മുടെ സ്റ്റോക്ക് ഒരിക്കലും പോകാൻ പാടില്ല. മിനിമം അത്രയെങ്കിലും സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്തിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ലെവലിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ സ്റ്റോപ്പേജ് ആയി പോകും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സ്റ്റോക്ക് ലെവലിനെയാണ് നമ്മൾ ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് EOQ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അത് നമുക്ക് തിയറി ആയിട്ടും ചോദിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഓർഡേഡ് അറ്റ് എ ടൈം വിച്ച് റെഡ്യൂസസ് ടോട്ടൽ കോസ്റ്റ്. നമ്മൾ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു സമയത്ത് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും തമ്മിൽ ട്രേഡ് ഓഫ് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എത്ര യൂണിറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുക, ആ ഒരു ക്വാണ്ടിറ്റി ഇനിയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ, ഒരു ഫോർമുലയൊക്കെ ഉണ്ട്. ദെൻ വാട്ട് ഈസ് FSN അനാലിസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. FSN അനാലിസിസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയലിനെ സാധാരണ 3 ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫാസ്റ്റ്, ഫ്ലോ ആൻഡ് നോൺ മൂവിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് റോ മെറ്റീരിയലൊക്കെ പ്രൊഡക്ഷന് വേണ്ടി കൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ആവശ്യമായിട്ട് വരുന്ന, വളരെ വേഗത്തിൽ തീർന്നു പോകുന്ന അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ആവശ്യമായി വരുന്ന മെറ്റീരിയലിനെ ഈ ഒരു കാറ്റഗറിയിലും, അല്ലെങ്കിൽ ഫ്ലോ മൂവിങ് ആയിട്ടല്ല വളരെ കുറച്ച് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയലിനെ ഫ്ലോ കാറ്റഗറിയിലും, നോൺ മൂവിങ് അത്രമാത്രം മൂവിങ് ഇല്ലാത്ത മെറ്റീരിയലിനെ നോൺ മൂവിങ് മെറ്റീരിയലായിട്ടും കണക്കൂട്ടുന്നല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാസ്റ്റ്, ഫ്ലോ, നോൺ മൂവിങ് അതിനാണ് FSN എന്ന് പറയുക. അങ്ങനെ നമ്മൾ മെറ്റീരിയൽ പ്രൊഡക്ഷന് വേണ്ടി നീങ്ങുന്ന, പ്രൊഡക്ഷനിലേക്ക് മാറ്റുന്ന ആ ഒരു സ്പീഡ് വെച്ചുകൊണ്ട് മെറ്റീരിയലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് അനാലിസിസ് നടത്തുന്ന രീതിയാണ് FSN അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഹു ആർ കാഷ്വൽ വർക്കേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാഷ്വൽ വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ബേസിസിൽ ഷോർട്ട് പീരീഡിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്ന വർക്കേഴ്സിനെയാണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോർഷൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ചാർജിങ് പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട് ഓഫ് ഓവർഹെഡ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ സ്യൂട്ടബിൾ ബേസിസ്. നമുക്ക് ഒരു കോസ്റ്റ് ഇൻകറായി, ആ ഒരു കോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൂടിയാണ് ആ ഒരു കോസ്റ്റ് ഇൻകർ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ബേസിസിൽ വേണമെങ്കിൽ നമ്പർ ഓഫ് ലേബേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, അങ്ങനെ ഏതെങ്കിലും ബേസിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ ഒരു കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനാണ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ കോസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായിട്ട് നമ്മളിതിനെ ചാർജ് ചെയ്യാം, അതിനെ അലോക്കേഷൻ എന്ന് പറയും. പക്ഷേ അപ്പോർഷൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫൈൻ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ICMA ലണ്ടൻ പറഞ്ഞതനുസരിച്ച് ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, ഇതൊരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്, വിച്ച് അപ്ലൈസ് വെയർ വർക്ക് ഈസ് അണ്ടർടേക്കൺ അറ്റ് എ കസ്റ്റമൈസ് സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ആൻഡ് ഈച്ച് ഓർഡർ ഈസ് ഓഫ് ലോങ് ഡ്യൂറേഷൻ. കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേക അവർ പറയുന്ന രീതിയിൽ അല്ലേ, കസ്റ്റമർ സ്പെസിഫിക് ആയിട്ട് കസ്റ്റമറുടെ സ്പെഷ്യൽ റിക്വയർമെൻറ്റ് പ്രകാരം ഏറ്റെടുക്കുന്ന വർക്കാണ് ലോങ് ഡ്യൂറേഷനിലേക്ക് വരുന്ന അത്തരത്തിലുള്ള സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ് നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് നോർമൽ ലോസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോർമൽ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഡ്യൂ ടു ഇൻഹെറൻറ്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓർ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആ ഒരു മെറ്റീരിയലിൻ്റെ സ്വഭാവം കൊണ്ട് കുറച്ച് മെറ്റീരിയലൊക്കെ വേസ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചില മെറ്റീരിയലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആ മെറ്റീരിയലിൻ്റെ ആ നഷ്ടത്തെ നമ്മൾ എന്ത് വിളിക്കും, അത് നോർമൽ ലോസാണ്, കാരണം അത് അൺഅവോയ്ഡബിൾ ആണ് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ബഡ്ജറ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു J. Batty, ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന പ്രക്രിയയെ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ എന്താണ് ബഡ്ജറ്റ് എന്നൊക്കെ നമുക്ക് എഴുതാം. ആ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് വേരിയൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസമാണല്ലേ. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ സെയിൽസ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓഫ് സെയിൽസ് ഈസ് നോൺ ആസ് വേരിയൻസ്.
അതായത് സ്റ്റാൻഡേർഡ് നമ്മൾ കോസ്റ്റിൻ്റെ കേസിൽ, പ്രോഫിറ്റിൻ്റെ കേസിൽ, സെയിൽസ് ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് 100 ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് 200 ആയിരിക്കണം, സെയിൽസ് 300 രൂപയായിരിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും പിന്നീട് ആക്ച്വൽ കോസ്റ്റും അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ സെയിൽസ് ഒക്കെ നടന്നു കഴിയുമ്പോൾ അതിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ്, അല്ലേ, ഡിഫറൻസിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേബർ കോസ്റ്റ് വേരിയൻസ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വേരിയൻസിൽ ഒരു സ്പെസിഫിക് പാർട്ടാണ്, അല്ലേ. അപ്പോൾ ലേബർ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡ് ഫോർ ദി ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ ഒരു 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര ലേബറാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ കോസ്റ്റ് എത്രയാകും, ഒരു ലേബറിന് നമ്മൾ കൊടുക്കുന്ന കൂലി വെച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ കണ്ടുപിടിക്കുക, അല്ലേ. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ നമ്മൾ നിശ്ചയിച്ച് വയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ നടന്നതിന് ശേഷം എത്ര ലേബറെ നമ്മൾ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്, എത്ര ലേബറെ ഉപയോഗിച്ചു, അവർക്ക് കൊടുത്ത കൂലി എത്രയാണ്, അതും നമ്മൾ നിശ്ചയിച്ച് വെച്ച കൂലിയും തമ്മിൽ ഉള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്, അല്ലേ. നമ്മൾ പാർട്ട് ബിയിലേക്ക് പോവുകയാണ്. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനാണ്. വാട്ട് യു മീൻ ബൈ വെഡ് അനാലിസിസ്, VED അനാലിസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവെൻട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഇപ്പോൾ വെഡ് അനാലിസിസിൽ നമ്മൾ FSN അനാലിസിസ് നമ്മൾ കണ്ടപോലെ തന്നെ ഇവിടെയും വെഡ് എന്ന് പറഞ്ഞാൽ അത് വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഇവിടെ ഇൻവെൻട്രീസിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഷോർട്ട് എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കണം. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അതിൻ്റെ നൽകിയിട്ടുണ്ട്, നോക്കി പഠിക്കുക. Then write a note on the assignment of profit on incomplete contracts. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് മേൽ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്ത തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ്. അവിടെ നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡ് എക്സീഡ്സ് ഡെബിറ്റ് സൈഡ്, നമുക്ക് ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതലാണ് ക്രെഡിറ്റ് സൈഡ് എങ്കിൽ അവിടെ പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ അത് കോൺട്രാക്റ്റ് പൂർത്തിയാകാത്തതുകൊണ്ട് നമ്മൾ അതിന് ആക്ച്വൽ പ്രോഫിറ്റായിട്ട് കണക്കാക്കില്ല. അതിന് പകരം നമ്മൾ ആ പ്രോഫിറ്റിനെ നോഷണൽ പ്രോഫിറ്റ് എന്ന് കണക്ക് കൂട്ടും, അല്ലേ. എന്നിട്ട് ഈ നോഷണൽ പ്രോഫിറ്റ് അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദി കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഈസ് 1/4 ഓർ ലെസ് ദാൻ 1/4, നമ്മുടെ ടോട്ടൽ കോൺട്രാക്റ്റിൻ്റെ 1/4 അല്ലെങ്കിൽ 1/4 താഴെയാണ് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് നോഷണൽ പ്രോഫിറ്റ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് റിസർവ് ആയിട്ട് ഈ ഫുൾ എമൗണ്ട് ഓഫ് നോഷണൽ പ്രോഫിറ്റും ട്രാൻസ്ഫർ ചെയ്യണം. ഇഫ് ദി കോൺട്രാക്ട് കംപ്ലീറ്റ് ഈസ് മോർ ദാൻ 1/4, 1/4 കൂടുതലാണ്, പക്ഷേ ഹാഫ് 1/2 ടോട്ടൽ കോൺട്രാക്റ്റിൻ്റെ 1/2 മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഇക്വേഷനാണ് അതിനോട് ഉപയോഗിക്കുക, അല്ലേ. അടുത്തത് ഇഫ് ദി കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഈസ് 1/2 ആൻഡ് മോർ ദാൻ 1/2 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ 2/3 ഓഫ് നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. Then briefly write about the characteristics of process costing. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോഫ്ലർ പറയുന്നതനുസരിച്ച് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഈസ് കണ്ടിന്യൂസ്, അതായത് പ്രൊഡക്ഷൻ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അണ്ടിൽ ദ ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ്, പല പ്രോസസ്സുകളിലൂടെ കടന്നുപോയി കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നത്. ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് 2 or more പ്രോസസ് ഓർ ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അത് 2 or 3 പ്രോസസ്സുകളിലൂടെ കടന്നുപോയതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് മാറുക. ഈച്ച് പ്രോസസ് ഓർ ഓപ്പറേഷൻ ഈസ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ്. ഓരോ പ്രോസസ്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. ആഫ്റ്റർ ദി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് 2 or more പ്രോസസ്, ദി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓഫ് 1 പ്രോസസ് ബിക്കംസ് ദി റോ മെറ്റീരിയൽ ഫോർ ദി സക്സീഡിങ് ഓർ നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ 2-3 പ്രോസസ്സുകളിലൂടെ കടന്നുപോയാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആ പ്രോസസ്സിലുണ്ടാകുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും അടുത്ത പ്രോസസ്സിലെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുക, അല്ലേ. അതായിരിക്കും പിന്നീട് നെക്സ്റ്റ് പ്രോസസ്സിൽ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അത് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദ പ്രൊഡക്റ്റ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്, ദാറ്റ് ഈസ് ഓൾ ദി യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി പ്രോസസ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഓരോ പ്രോസസ്സിലും ഉൽപ്പാദിക്കപ്പെടുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് ഐഡൻറ്റിക്കൽ ആയിരിക്കും, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും, അല്ലേ. ഒരേപോലുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഓരോ പ്രോസസ്സിലൂടെയും. അതായത് ഒരു നിശ്ചിത പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകളെല്ലാം അത് ഒരേപോലെ ഇരിക്കും, അല്ലേ. അതിന് വ്യത്യാസം ഉണ്ടായിരിക്കുകയില്ല. It is the costing of process, that is cost are collected process wise for a period. നമ്മൾ കോസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോസസ് വൈസ് ആണ്, അതായത് ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതുപോലുള്ള പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദി ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്,
ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ അടങ്ങിയ തിയറി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും പറ്റുമെങ്കിൽ അതിൻ്റെ തമ്പനയിൽ ഞാൻ ഈ ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ ക്വസ്റ്റ്യൻ്റെ നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഏതാണെന്നുള്ള ലിങ്ക് കൂടെ നൽകുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്, ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ ആ ഒരു ക്ലാസ് കണ്ട് പഠിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അതായത് പ്രോബ്ലത്തിലാണെങ്കിൽ നമ്മൾ എസ് എ പ്രോബ്ലങ്ങൾ, വലിയ പ്രോബ്ലംസും ഈ പ്രോബ്ലംസ് വരുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പ്രോബ്ലം ഏതാണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ആ പ്രോബ്ലം കണ്ടതിന് ശേഷം പിന്നീട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ പിന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1200 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ പെർ അവർ ആണ് ഒരു കമ്പനി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ 12 ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് 1 ആണ്. ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ് 24% ആണ്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നു അല്ലേ. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി √2CO/I എന്നുള്ള ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കും. 1100 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത് മാത്രമല്ല, ഇതേ രീതിയിലല്ല ഇക്കണോമിക് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള വേറെ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ പറ്റുമെങ്കിൽ അതിൻ്റെ തമ്പനയിലും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓരോ ക്ലാസ്സിലും ഞാൻ പറഞ്ഞ 79 ക്ലാസ്സുകളുണ്ട്. 79 ക്ലാസ്സിനും നമ്പറുകൾ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പർ നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ പ്ലേലിസ്റ്റ് കയറിയിട്ട് നമ്പർ നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട്. നമ്മളോട് സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിലാണ് ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുണ്ട്. ഇത്തവണ ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിലാണ് അല്ലേ. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ തമ്പനയിലിൻ്റെ പിക്ചർ ഏത് ക്ലാസ്സാണ് തിരിച്ചറിയാൻ വേണ്ടി, നമ്പർ അറിയാൻ വേണ്ടി തമ്പനയിലിൻ്റെ പിക്ചറോടെ ഇവിടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു ആൻസർ ആയിരിക്കും വരിക. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വീണ്ടും ക്ലാസ് ജസ്റ്റ് കണ്ട് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുകയോ ചെയ്യുക കേട്ടോ. ഇത്രയായിരിക്കും നിങ്ങൾക്ക് ആൻസർ ലഭിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മെഷീൻ അവർ റേറ്റ് കേട്ടോ. 22 ഇതാണ്. വർക്കൗട്ട് ദ മെഷീൻ അവർ റേറ്റ് ഫോർ ദി ഫോളോവിങ് മെഷീൻ ഹു സ്ക്രാപ്പ് വാല്യൂസ് നീൽ. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ആ രീതിയിൽ നമ്മളതിന് കണക്ക് കൂട്ടണം. മെഷീൻ അവർ റേറ്റിൽ നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. അതിനുശേഷം വേരിയബിൾ ചാർജസ് കണ്ടുപിടിച്ച് എഴുതണം. അതിൻ്റെ ടോട്ടൽ നമ്മൾ പെർ യൂണിറ്റ് മെഷീൻ അവർ റേറ്റ് അല്ലേ, കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ് അത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നു. 10.50 ആണ് വരുന്നത്. ഇനി അടുത്തത്, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ഏണിങ്സ് ഓഫ് ഗീത ആൻഡ് സീത ഓൺ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. നമ്മൾ ലേബർ കോസ്റ്റ് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറൻറ്റ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അതിൽ ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഈ രീതിയിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 8 per യൂണിറ്റ് ആണ്. നോർമൽ ടൈം റേറ്റ് 0.40 per hour ആണ്. ഡിഫറൻഷ്യൽസ് ടു ബി അപ്ലൈഡ് 80% ഓഫ് പീസ് റേറ്റ് ബിലോ സ്റ്റാൻഡേർഡ്, 120 പീസ് റേറ്റ് അറ്റ് ഓർ എബോവ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ രീതിയിൽ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും ചാനലിൽ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു പ്രോബ്ലം കണ്ടുപഠിച്ചതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഗീത 50/472 അങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്ന ആൻസർ നോക്കുക. ഏണിങ്സ് ഓഫ് ഗീത 4.50 എന്നും ഏണിങ്സ് ഓഫ് ഗീത സീതയുടെയാണ് 4.50 അല്ലേ, ഗീതയുടെ 2.16 എന്നും കിട്ടും. ഇനി ആൻസർ ദ ഫോളോവിങ് നോക്കുക. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, 2 എണ്ണം എഴുതണം. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ കോൺട്രാക്റ്റ് അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഇപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് അതിൽ നോഷണൽ പ്രോഫിറ്റ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി മുകളിലാണ് വരുന്നത് കേട്ടോ. എൻ്റെ പേജ് നമ്പർ മാറിപ്പോയി കിടക്കുന്നതാണ്. കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് നോട്ട് റിസീവ്ഡ്, ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, കോസ്റ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, മെറ്റീരിയൽ ഹാൻഡ്, ഡയറക്റ്റ് എക്സ്പെൻസ്, മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ. അപ്പോൾ ഇതെല്ലാം കോൺട്രാക്റ്റ് അക്കൗണ്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ആദ്യം ശരിക്കും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം കോൺട്രാക്റ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പ്രോബ്ലത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിനുശേഷം നിങ്ങളത് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത് ഈ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇതേ രീതിയിലാണത് വരയ്ക്കേണ്ടത്. അറിയാവുന്നവർക്ക് നിങ്ങളത് ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് നേരത്തെ കണ്ടുപഠിച്ചിട്ടുള്ളവർക്ക്, കണ്ടുപഠിക്കാത്തവർ ഒന്നുകൂടെ കണ്ടുപഠിച്ചതിന് ശേഷം അത് ചെയ്യുക കേട്ടോ. അപ്പോൾ നോഷണൽ പ്രോഫിറ്റൊക്കെ നമുക്ക് 9075 ഇതിൽ ലഭിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്
നോക്കുക. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ ആൻഡ് ദ അസംഷൻ ദാറ്റ് ദ ബാലൻസ് ഇൻ ഹാൻഡ് ഫസ്റ്റ് ജനുവരി 2022 ₹72,500 പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ്. ഒരു ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. ക്യാഷ് ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയാണ്. ക്യാഷ് ബഡ്ജറ്റ് ഇതേ മോഡലിലുള്ള ഇതേ രീതിയിലുള്ള ഫിഗറുകൾ മാത്രം മാറ്റം വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇടാം. അതിനുശേഷം നിങ്ങൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം. ക്യാഷ് ബഡ്ജറ്റ് വരുമ്പോൾ എങ്ങനെയാണ് വരിക ക്യാഷ് ബഡ്ജറ്റ്, അതിൻ്റെ ആൻസർ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം കൊടുക്കുന്നു. മന്ത് വൈസായിട്ട് നമ്മൾ എഴുതുന്നു. എസ്റ്റിമേറ്റഡ് ക്യാഷ് ആ രീതിയിലൊക്കെ നോക്കുക. ഇതേ രീതിയിൽ ആൻസർ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്തതിന് ശേഷം ഈ ആൻസർ തന്നെയാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കുക കേട്ടോ. ഇനി 2 തിയറി ക്വസ്റ്റ്യനോടെ വന്നിട്ടുണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യുക, അതിനെ കോഡിഫൈ ചെയ്യുക, കളക്ഷൻ ഓഫ് ഓവർഹെഡ്, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്, റീഅപ്പോർഷൻമെൻറ്റ്, അബ്സോർഷൻ അല്ലേ. അപ്പം അങ്ങനെ ഓരോ പോയിൻറ്റും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് എഴുതുക. അടുത്ത വാട്ട് ഈസ് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ടൈം കീപ്പിങ്ങും ടൈം ബുക്കിംഗ് എന്താണ്? വേരിയസ് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ടൈം കീപ്പിങ്ങിൻ്റെയും ടൈം ബുക്കിങ്ങിൻ്റെയും വ്യത്യസ്ത മെത്തേഡുകളാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം കീപ്പിംഗ് എന്താണെന്ന് എഴുതുക. പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എംപ്ലോയീസ് അല്ലേ. എംപ്ലോയീസിൻ്റെ അറൈവൽ, അവർ എപ്പോഴാണ് അവർ സ്ഥാപനത്തിൽ എത്തുന്നത്, എപ്പോഴാണ് അവർ പുറത്തു പോകുന്നത്, ഡിപ്പാർച്ചർ അവർ പണി അവസാനിപ്പിച്ച് പോകുന്നത് എപ്പോഴാണ്, വൈകുന്നേരം എത്ര സമയത്താണ്, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ടൈം കീപ്പിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ്, ടോക്കൺ ഓർ ഡിസ്ക് മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടൈം ബുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർക്കർ ഓരോ ജോബിലും എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ സ്ഥാപനത്തിൽ എത്തിയതിന് ശേഷം എത്ര സമയം ഓരോ ജോലിയിലും സ്പെൻഡ് ചെയ്യുന്നു അത് റെക്കോർഡ് ചെയ്യുന്നതാണ് ടൈം ബുക്കിംഗ്. അതിനുവേണ്ടി ഡെയിലി ടൈം ഷീറ്റ്, വീക്ക്ലി ടൈം ഷീറ്റ്, ജോബ് കാർഡ് അങ്ങനെയുള്ള പോയിൻറ്റ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഒരു എസ്സേയും കൂടി പൂർത്തിയാക്കുക കേട്ടോ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാം. പക്ഷേ കുറേ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. കണ്ടുപഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അതിനൊപ്പം തന്നെ നിങ്ങളത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യണം. വീഡിയോ കണ്ടു പഠിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു പേപ്പർ എടുത്ത് അത് വർക്കൗട്ട് ചെയ്ത് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അത് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്